ഗേറ്റ് തുറന്ന് പ്രവർത്തകർ കടക്കുന്നു. തിരുവനന്തപുരത്ത് ഗേറ്റ് തുറന്ന് അമൽ, പ്രവർത്തകർ ഗേറ്റ് തുറന്ന് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. തിരുവനന്തപുരത്തെ സാഹചര്യം കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പോലീസിന്റെ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിന്റെ ഗേറ്റ് ചവിട്ടി പൊളിച്ച് പൂട്ട് പൊളിച്ച് പ്രവർത്തകർ കല്ലുപയോഗിച്ച് പൂട്ട് പൊളിച്ച് പ്രവർത്തകർ ഗ്രൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ഗ്രൗണ്ടിൽ നിന്നും തുടർച്ചയായി പോലീസിന് നേരെ കല്ലേറാണ്. ഇനി ഒരു ചെറിയ മതിൽ മാത്രമാണ് തൊട്ടപ്പുറത്തേക്കുള്ളത്. അതുകൂടി കടന്നാൽ മന്ത്രിയുടെ വസതിയിലേക്ക് പ്രവർത്തകരെത്തും. അത് തടയുകയാണ് പോലീസ്. ഈ മതിലിനപ്പുറത്തേക്ക് ഒരൊറ്റ മതിലിന്റെ വ്യത്യാസം മാത്രമാണ് മന്ത്രിയുടെ വീടും ഈ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ളത്. ഇവിടെ നിന്നും കടന്നാൽ പ്രവർത്തകർക്ക് അവിടേക്ക് എത്താനാകും. പോലീസ് ഒരു വിധത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു നീക്കം. ഈ പോലീസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിന് തൊട്ടടുത്തായാണ് മന്ത്രിയുടെ വസതി. ഇടയ്ക്ക് ഒരു വഴി മാത്രമാണുള്ളത്. പ്രവർത്തകർക്ക് ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രവർത്തകർ പോലീസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്കുള്ള പൂട്ട് തല്ലി തകർത്താണ് ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയ്ക്ക് രൂക്ഷമായൊരു പ്രതിഷേധം കണ്ടില്ല. ഇപ്പോൾ ഇത്രയും അധികം സമയമായി. മാത്രമല്ല 11 തവണ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടും ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ കഴിയുന്നില്ല. മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തി, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെത്തി ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും മാറണം എന്നുള്ള നിർദ്ദേശം നൽകുകയാണ്. ഇവിടെ നിന്നും തിരിഞ്ഞ് റോഡിലേക്ക് തന്നെ, ആദ്യം നിന്നിരുന്ന റോഡിലേക്ക് തന്നെ പോകണം എന്നാണ് പറയുന്നത്. പക്ഷേ കുറേയധികം പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ റോഡിൽ തുടരുകയാണ്. പോലീസുമായുള്ള തർക്കം തുടരുന്നു. പോലീസ് പ്രവർത്തകരോട് ഇവിടേക്ക് ഇറങ്ങരുത് എന്നുള്ള കാര്യം പറയുകയാണ്. കാരണം ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായെങ്കിൽ പിന്നീട് നേരെ മന്ത്രിയുടെ വസതിയാണ്, അത് ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടാക്കും. അതിനാൽ പോലീസും ഒരു സമവായ നീക്കം നടത്തുന്നു. പോലീസ് പ്രവർത്തകരോട് ഇവിടെ നിന്നും നിങ്ങൾക്ക് സമരം ചെയ്യാം, പക്ഷേ അത് റോഡിൽ നിന്നാകണം എന്നൊരു കാര്യം പറയുകയാണ്. വലിയൊരു സുരക്ഷാ പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത് എന്നൊരു അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കുറച്ച് പ്രവർത്തകർ തിരികെ റോഡിലേക്ക് മടങ്ങുന്നു. പക്ഷേ കുറെ അധികം പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. പ്രവർത്തകർ ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്നു. ഇവർക്ക് ഇത് കടന്നുപോയാൽ നമുക്ക് മന്ത്രിയുടെ വീട്ടിൽ നിന്നും ചില ആളുകളൊക്കെ അവിടെ ജനലിന്റെ ഭാഗത്തു നിന്നും ഈ പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയ്ക്ക് അടുത്ത് വരെയും ഈ സമരം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും ഈ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ സമീപത്തേക്ക് എത്തി പ്രവർത്തകരെ പ്രധാനപ്പെട്ട നേതാക്കളെത്തി. ജില്ലാ അധ്യക്ഷന് അടക്കം നിയമസഭയിൽ അടക്കമുള്ള ആളുകളെത്തി പ്രവർത്തകരോട് ഇവിടെ നിന്നും മടങ്ങി നേരത്തെ നിന്ന് റോഡിലേക്ക് പോകണമെന്ന് പറയുന്നു. പ്രവർത്തകരെല്ലാം ഇപ്പോൾ റോഡിലേക്ക് മടങ്ങുകയാണ്. ഇപ്പോൾ പ്രവർത്തകരായും ഈ ട്രെയിനിങ് ഗ്രൗണ്ടിലില്ല. അവിടെ നിന്ന് പ്രവർത്തകരെല്ലാം റോഡിലേക്ക് വീണ്ടും മടങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ ഒരു അഭ്യർത്ഥന പ്രവർത്തകർ മാനിക്കുകയാണ്. വീണ്ടും റോഡിലേക്ക് പ്രതിഷേധം മാറുകയാണ്. എന്തായാലും പോലീസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്കുള്ള പൂട്ട് തല്ലി തകർത്ത് ഗേറ്റ് പൊളിച്ചാണ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും പ്രവർത്തകരെല്ലാം വീണ്ടും ഈ പറയുന്ന ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാരിക്കേഡിന്റെ മുന്നിലെ പ്രതിഷേധം ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നീക്കം ഒരല്പം കൈവിട്ടു പോയോ എന്നൊരു വിഷയം നേതാക്കന്മാർ കൂടി പരിഗണിച്ചു എന്ന് തോന്നുന്നു. അതിനാൽ തന്നെ ആവും. കാരണം ഈ പുട്ട് പൊളിച്ച് ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പുട്ട് പൊളിച്ചാണ് അകത്തേക്ക് കയറുന്നത്. അത് വേണ്ട, അവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രവർത്തകരെല്ലാം വീണ്ടും റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ദിവിഷ്, സമീപകാലത്തൊന്നും ഒരു മന്ത്രിക്കെതിരെ ഉണ്ടാകാത്ത നിലയിലുള്ള പ്രതിഷേധങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ അടക്കം എത്ര പ്രതിസന്ധിയിലാണ് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ പോകുന്നത് എന്ന വിഷയത്തിൽ തുടങ്ങി ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന 54-കാരി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതുവരെ കാര്യങ്ങൾ പോയപ്പോഴാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇന്നും തൈക്കാട് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് സമീപത്താണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ 11 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത് 12ാം വട്ടമാണ് സമരക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പോലീസിന്റെ ഗ്രൗണ്ടിലേക്ക് പ്രവർത്തകർ കയറിയിരുന്നു. പിന്നെ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് അവിടെ നിന്ന് പ്രവർത്തകർ പിൻവാങ്ങിയായിരുന്നു. റോഡിലേക്ക് കടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പിന്മാറാൻ തയ്യാറല്ല എന്ന നിലയിലാണ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. പലയിടത്തും ഇതേപോലെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. കണ്ണൂരിലും എറണാകുളത്തുമൊക്കെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. ബലം പ്രയോഗിച്ച് തന്നെ പ്രതിഷേധക്കാരെ നീക്കേണ്ട സ്ഥിതിയിലേക്ക് പോലീസിന് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട്. ഇവിടെയും അതുതന്നെയാണ് സ്ഥിതി. ബാരിക്കേഡുകൾ വെച്ചൊക്കെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ പോലീസിന് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഇപ്പോൾ കേരളത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്തൊന്നും ഒരു മന്ത്രിക്കെതിരെ ഇത്ര വ്യാപകമായ നിലയിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അതിനുള്ള കാരണം സ്വാഭാവികമായിട്ടും പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനത്തിലെ വീഴ്ച, അതൊരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ്
ഈ പ്രതിഷേധത്തിന് ഒരു വൈകാരികമായ ഒരു പരിവേഷം കൂടി സംഭവിക്കുകയും വലിയ തോതിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഈ പ്രതിഷേധത്തിൻ്റെ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. പത്ത് 13 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല.